സാധാരണ ഒരു പരീക്ഷയിൽ ഒരു കുട്ടി തോൽക്കാനുള്ള മെയിൻ കാരണങ്ങളിലൊന്ന് ആ കുട്ടി പഠിക്കാത്തത് കൊണ്ടായിരിക്കും, സീരിയസ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം, ഒരുപാട് കാരണങ്ങളിലൊന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ആ കുട്ടി തന്നെയാണ് ആ കുട്ടിയെ തോൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്നുള്ളത് പലരും പരീക്ഷയുടെ റിസൾട്ടിന് ശേഷം പറയാറുണ്ട്. പക്ഷെ എൻ ടി എയുടെ കേസിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കുട്ടികൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ടി എ ആണ്. ഈ പരീക്ഷ നടത്തുന്ന എൻ ടി എ തന്നെയാണ്. എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ടൈമിൽ നമ്മൾ ഒരുപാട് എൻ ടി എ റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് നമുക്കുണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതുതായിട്ട് അതിൽ ഏറ്റവും ഒരു സീരിയസ് ആസ്പെക്റ്റായിട്ട് എൻ ടി എ എക്സാം ക്യാൻസൽ ചെയ്യുകയാണ്. ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു എക്സാം എൻ ടി എ ക്യാൻസൽ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. ഇത് സാധാരണ പലരും പറയുന്ന പോലെ വാട്ട് വി കൻ സേ കുറച്ച് കോടികളുടെ നഷ്ടം എൻ ടി എക്ക് ഉണ്ടായി, ഒരുപാട് ടീച്ചേഴ്സിൻ്റെയും അതിന് പിന്നിലുള്ള ആളുകളുടെയും എഫേർട്ട് ഉണ്ടായി എന്നുള്ളതിനേക്കാളേറെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് ഇത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് പ്രതീക്ഷിക്കാത്ത രീതികളിലാണ് എൻ ടി എ കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് അവരുടെ കോവിഡ് കാലത്തിന് ശേഷം തന്നെ നോക്കാം. കോവിഡിൻ്റെ ഇഷ്യൂ ഡെഫിനറ്റ്ലി നമുക്കത് മനസ്സിലാവും. അതിനുശേഷം പല ആസ്പെക്റ്റുകളായിട്ട് എൻ ടി എയുടെ എക്സാം ഡേറ്റ് വരുന്നത്, എൻ ടി എയുടെ എക്സാം പോസ്റ്റ്പോണിങ്, മെർജിങ്, ഹാൾ ടിക്കറ്റ് റിലീസിങ്, എക്സാമിൻ്റെ 2 ദിവസം മുമ്പുള്ള ഹാൾ ടിക്കറ്റ് റിലീസിങ്, ആദ്യം കുറേ സെൻറ്റർ റിലീസിങ്, പിന്നെ കുറേ പ്രശ്നങ്ങൾ, ഓക്കെ കുറേ എക്സ്റ്റൻഷനുകൾ. ഫോർ ദ പാസ്റ്റ് 4 or 5 years വി ആർ എക്സ്പീരിയൻസിങ് മെനി തിങ്സ്. എൻ ടി എ ഒരുപാട് രീതിയിൽ നമ്മളെ കുട്ടികളെ പരീക്ഷ എഴുതുന്നവരെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ദിവസങ്ങളായി, ഓക്കെ മേ ബി മാസങ്ങളായി, വർഷങ്ങളായിട്ടുള്ള ഒരുപാട് മണിക്കൂറുകളുടെ എഫേർട്ടാണ് പെട്ടെന്നില്ലാണ്ടാവുന്നത്. എഫേർട്ട് ഇനിയും എടുക്കാമെന്നൊക്കെ നമ്മൾ ആലോചിക്കാം. പക്ഷേ എല്ലാവർക്കും മുമ്പ് അവരെടുത്ത എഫേർട്ട് പോലെ ഇനി എടുക്കാൻ സാധിക്കണമെന്നില്ല. പലരും ജോലി ആസ്പെക്റ്റുകളിലും ജോലിയിൽ ലീവ് എടുത്തിട്ടും പലരുമായിട്ട് ഫാമിലിയുമായി ബന്ധപ്പെട്ട പല ആളുകളുമായിട്ടുള്ള പല നമ്മൾ പറയുക അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പലരും സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകളാണ് അവർ എഫേർട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പ് ടൈമാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. ഇഫറിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പാരൻസ് ഉണ്ട്, ഒരുപാട് മദേഴ്സ് ഉണ്ട്. അവരുടെ കുട്ടികളുടെ അവരുടെ എസ്പെഷ്യലി ചെറിയ ബേബികളുടെ നോർമലി അവർ സ്പെൻഡ് ചെയ്യുന്ന വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം എക്സാമിന് അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ വാട്ട് ഹാപ്പൻസ് അഗെയിൻ ദ എക്സാം ഗെറ്റ് ഇൻവാലിഡേറ്റഡ്. വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു? ഇനിയും അവർക്ക് എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഡു ദ സെയിം തിങ് അഗെയിൻ. ദേ ഹാവ് ടു കോംപ്രമൈസ് ദ സെയിം തിങ് അഗെയിൻ. എങ്ങനെയൊക്കെയാണ് കുട്ടികളെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തുക എന്നുള്ളതാണോ ഈ ഒരു എക്സാം നടത്തുന്ന പല ആളുകളും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനഃപൂർവ്വം അല്ലാതെയെങ്കിലും ആലോചിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംശയം തോന്നുകയാണ്. ഓക്കെ, എക്സാമിൻ്റെ ഡേറ്റുകൾ, കാരണം എക്സാമുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് വളരെ ചെറിയ ഷോർട്ട് ഡ്യൂറേഷനിൽ, അതും പല ട്വീറ്റുകളിലൂടെയും ഒക്കെയാണ്, എക്സിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന പല മെസ്സേജുകളിലൂടെയാണ് നമ്മളത് അറിയുന്നത്. ഇങ്ങനെയാണോ നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ UGC നെറ്റ് ആസ്പെക്റ്റിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു പെർട്ടിക്കുലർ ആർട്സ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന, നിങ്ങളുടെ എലിജിബിലിറ്റി തെളിയിക്കുന്ന ഒരു എക്സാമാണ് നെറ്റ് എക്സാം. ആ ഒരു നെറ്റ് എക്സാമിനാണ് നമുക്ക് ഈ ഗതി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ്. ഓക്കെ, ഇപ്രാവശ്യമുള്ളതിൽ ആകെ ഒരു ചെറിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, നെറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂ ഉണ്ടായി. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടുത്തെ കേസിൽ ഉത്തരവാദിത്തപ്പെട്ട സിസ്റ്റം തന്നെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അത് മേ ബി നീറ്റിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് പേടിച്ചിട്ടോ കോടതിയെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സിസ്റ്റം തന്നെ കണ്ടുപിടിച്ചു, പെട്ടെന്ന് അവർ തീരുമാനമാക്കി എന്നുള്ളതാണ് ചെറിയൊരു ആസ്പെക്റ്റെങ്കിൽ. നമുക്ക് പറയാം എല്ലാ എക്സാമുകളാവുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പലർക്കും മേ ബി ചിലപ്പം പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് 1-2 ആഴ്ച മുമ്പ് സിമിലർ എക്സാം നടത്തിയിട്ട് ഒരുപാട് സീരിയസ് കൺസേൺ ഉള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റ് എക്സാമിൻ്റെ കൺസേൺ ഉള്ള അതേ ബോഡി തന്നെയാണ് വിത്തിൻ 1 or 2 weeks സെയിം ഇഷ്യൂ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് സിംപ്ലി ഫീൽ കെയർലെസ്നെസ്. ഓക്കെ, എൻ ടി എ ഒന്നുകൂടി സീരിയസ് ആവേണ്ടതുണ്ടായിരുന്നു എന്നാണ് നമുക്കൊരു അസസ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാവുന്നത്. സോ ബേസിക്കലി ഞാനും എൻ ടി എ ആണ് എന്നുള്ളതോ, എൻ ടി എയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും കീ റോളിലുള്ള ആളുകളാണോ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷന് പിന്നിലെന്ന് ഞാനും പേഴ്സണലി വിശ്വസിക്കുന്നില്ല. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുള്ള ചില ആളുകളായിരിക്കാം. പക്ഷേ ദ സിസ്റ്റം ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ ദ ലീഡേഴ്സ്.
അത്തരത്തിലുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. മുൻ വർഷങ്ങളിൽ ഈ എക്സാം എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയം വരുന്നു. മുൻ വർഷങ്ങളിൽ പല മാനിപ്പുലേഷനുള്ളതുമായി ഒരുപാട് റാൻഡം ആയിട്ടുള്ള ചില വീഡിയോസും പല സ്റ്റുഡൻസും ഒക്കെ പല രീതിയിൽ കൺസേൺ പറയാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഡൗട്ട് വരികയാണ്. ദ ഹോൾ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് ഡൗട്ട് വരികയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റായിട്ട് ഞാൻ എപ്പോഴും പറയുക, എക്സാമിലും പഠനത്തിലും പഠിക്കുന്നതിലും വിദ്യാഭ്യാസത്തിലുമുള്ള കോൺഫിഡൻസ് കുട്ടികൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ആ നഷ്ടപ്പെടുന്നതിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കീ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. NTA ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ എന്താണോ ആ ലൂപ്പ് ഹോൾ അത് കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് NTA ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിൽ, എക്സാമുകളിൽ, എഡ്യൂക്കേഷനിൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു. എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത് നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞു ഒരുപാട് കുട്ടികൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്, വാട്ട് ഡു യു ഫീൽ എന്നുള്ളതും നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതുക. പ്രതീക്ഷയോടുകൂടി NTA എത്രയും പെട്ടെന്ന് ഈ എക്സാം നടത്തുമെന്നുള്ളതും നമ്മൾ എങ്ങനെയായിരുന്നു ഇപ്രാവശ്യം പെർഫോം ചെയ്തിരുന്നത് അതിനേക്കാളേറെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റോപ്പിംഗ് ദിസ് വൺ.